നമസ്കാരം. കുടലോഡേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂറോപ്പിലേക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് വിസ റിജക്ഷൻ സാധ്യതകൾ ഉണ്ട്, വിസ റിജക്ഷൻ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിസ റിജക്ഷൻ ആവുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വിസ റിജക്ഷൻ വന്നത്, വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക, അപ്പീൽ കൊടുക്കാൻ കഴിയുമോ, അതേപോലെ തന്നെ വിസ റീസബ്മിറ്റ് ചെയ്യാനായിട്ട് റീ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ, എത്ര നാൾ കഴിഞ്ഞതിന് ശേഷമാണ് വിസ റീ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞാൽ വിസ റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ വിസ റിജക്ഷൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാ വീഡിയോയിലും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ടൂറിസ്റ്റ് വിസ കിട്ടാറില്ല. ഷെങ്കൻ വിസ, ടൂറിസ്റ്റ് വിസ ആയാലും സ്റ്റുഡൻറ്റ് വിസ ആയാലും വർക്ക് വിസ ആയാലും ബിസിനസ് വിസ ആയാലും വിസ റിജക്ഷൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ റിജക്ഷൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിസ റിജക്ഷൻ ആവുന്ന സമയത്ത് എംബസിയിൽ നിന്ന് നമുക്ക് തരുന്ന വിസ റെഫ്യൂസൽ ലെറ്ററിൽ ഒരു 16ഓളം കാര്യങ്ങൾ അവർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു 2 കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ട്, അതായത് അക്കോമഡേഷൻ വാസ് നോട്ട് റിലയബിൾ എന്നോ, അതല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരുമെന്ന് അവർക്ക് ഉറപ്പില്ല എന്നോ, നമ്മളുടെ ഉദ്ദേശശുദ്ധിയിൽ അവർക്ക് വിശ്വാസം വന്നില്ല എന്നോ, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും അവർ വിസ റിജക്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ടുള്ള, ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒറിജിനൽ അക്കോമഡേഷൻ എടുത്ത് വയ്ക്കാനായിട്ട് എംബസി പറയുന്നില്ല, ഒരിക്കലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒറിജിനൽ എടുത്ത് വയ്ക്കാനായിട്ട് പറയുന്നില്ല, കൺഫർമേഷൻ വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ 2 കാര്യത്തിലും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എംബസി ഇന്നൊരു കാര്യം കൊണ്ടാണ് വിസ റിജക്ഷൻ ആയെന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വിസ റിജക്ഷൻ ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ അവരുടെ ചെക്ക് ലിസ്റ്റിൽ റെഫ്യൂസൽ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാരണമായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പം അക്കോമഡേഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വിസ റിജക്ഷൻ ആയി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ അക്കോമഡേഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എംബസി ഇന്നൊരു കാര്യം കൊണ്ടാണ് വിസ റിജക്ഷൻ ആയെന്നുള്ളത് ഒരിക്കലും പറയാറില്ല. ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് വിസ ആപ്ലിക്കേഷൻ ഒരുപാട് അപ്ലൈ ചെയ്യുന്നത് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക്, അതേപോലെ തന്നെ ജർമ്മനി, അങ്ങനെ ഒരുപാട് ഈ ഷെങ്കൻ ഏരിയയിൽപ്പെട്ട ഒരുപാട് ആളുകൾ പോകുന്ന രാജ്യങ്ങളിലേക്ക്, ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ രാജ്യങ്ങളിൽ വിസ റിജക്ഷൻ സാധ്യതയിൽ കൂടുതൽ വരുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾ കൂടുന്നത് കൊണ്ടാണ് വിസ റിജക്ഷൻ കൂടുതൽ വരുന്നത്. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാണ്ട് ലാത്വിയ, ലിത്വാനിയ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടൂലേ, ഈസി അല്ലേ എന്നൊക്കെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ വളരെ കുറവാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷേ ട്രാവൽ ഹിസ്റ്ററിയും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഷെങ്കനിലേക്ക് ട്രാവൽ ചെയ്ത ആളുകളൊക്കെ കൂടുതൽ അവിടേക്ക് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതല്ലാതെ ഫ്രഷറായിട്ട് വയ്ക്കുന്ന ഒരാൾക്ക് ഏതൊരു ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്താലും വിസ റിജക്ഷൻ സാധ്യതകളുണ്ട്. ഈസി ആയിട്ടുള്ള കൺട്രി, ഈസി ആയിട്ട് വിസ കിട്ടാനുള്ള കൺട്രി എന്നൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 29 രാജ്യങ്ങളിലേക്കും സെയിം ചെക്ക് ലിസ്റ്റ് തന്നെയാണ്. ഏതൊരു രാജ്യത്ത് വിസ കിട്ടിയാലും 29 രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും പോകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഈസി ആയിട്ട് വിസ കിട്ടുന്ന ഒരു രാജ്യം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. വിസ റിജക്ഷൻ സാധ്യതകളുണ്ട്. വിസ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ ഇന്നൊരു പ്രത്യേക കാരണം പറയുന്നില്ല ഒരിക്കലും എംബസി. ഇന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് വിസ റിജക്ഷൻ ആയത്, അതുകൊണ്ടാണ് ഞങ്ങൾ തരാത്തതെന്ന് ഒരിക്കലും പറയാറില്ല. ടിക്കറ്റും അക്കോമഡേഷനും എല്ലാം ഒറിജിനൽ ഫുൾ എമൗണ്ട് കൊടുത്ത് എടുത്ത് വെച്ചിട്ട് വിസ റിജക്ഷൻ ആയിരിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പൈസ അവർക്ക് നഷ്ടം വരുന്ന സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിസയ്ക്ക് വേണ്ടിയിട്ട് അക്കോമഡേഷനോ ഫ്ലൈറ്റോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടണമെന്നൊരു നിർബന്ധമില്ല. വിസ റിജക്ഷൻ സാധ്യതകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ എംബസി ഓഫീസർ നമ്മളുടെ ഡോക്യുമെന്റ് കണ്ടിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വരുമോ ഇല്ലയോ, ആ രാജ്യത്ത് നമ്മൾ ഓവർ സ്റ്റേ ആകുമോ, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഫണ്ട് കിട്ടുന്നത്, നമ്മൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ആഴ്ച നമ്മൾ ചിലവാക്കും, നമ്മൾക്ക് ഫാമിലിയിൽ എത്ര ആളുകൾ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ ഇമോഷണൽ ബോണ്ട് ഉണ്ട്, എന്തൊക്കെ ഫിനാൻഷ്യൽ ബോണ്ട് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിസ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ട്രാവൽ ചെയ്തിട്ടുള്ള കൺട്രീസ്, ഇപ്പോൾ ലാസ്റ്റ് 3 വർഷത്തിനിടയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള കൺട്രീസ്, വാലിഡ് ആയിട്ടുള്ള വിസയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വിസ സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. 2 വർഷത്തേക്കും 5 വർഷത്തേക്കുള്ള വിസകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിസ റിജക്ഷൻ സാധ്യതകൾ ഉണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. വിസ റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകം ഇന്ന ഒരു കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് ഒരിക്കലും എംബസി പറയുന്നില്ല. വിസ റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ എംബസിയിലേക്ക് അടയ്ക്കുന്ന പൈസ, VFS വഴി നമ്മുടെ എംബസിയിലേക്ക് അടയ്ക്കുന്ന പൈസ റീഫണ്ടബിൾ അല്ല. ഏജൻസികൾ മേടിക്കുന്ന പൈസ റീഫണ്ടബിൾ അല്ല. അപ്പോൾ ഒരുപാട് പൈസ നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട്. 3 മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. അതിനകത്ത് മതിയായ ബാലൻസ് വേണം. ബാക്കി ഡോക്യുമെന്റേഷൻ സൈഡൊക്കെ ക്ലിയർ ആയിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് വിസ അവർ നോക്കുന്നത്, കിട്ടാനുള്ള സാധ്യതകൾ കൂട്ടുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനും വിദേശത്തേക്ക് യാത്ര ചെയ്യാനും വിദേശത്തേക്ക് ജോബ് വിസ, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ, ടൂറിസ്റ്റ് വിസ ഒക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, കസ്റ്റമൈസ് ചെയ്ത് വിസ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ,
അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും വിസയ്ക്ക് അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റോഡിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുക. അതേപോലെ തന്നെ നമുക്ക് അൺസ്കിൽഡ് വേക്കൻസികൾ, അതേപോലെ തന്നെ കെയർ വേക്കൻസികൾ, ഹൗസ് കീപ്പിംഗ് ജോബുമായി ബന്ധപ്പെട്ട്, വെൽഡേഴ്സിൻ്റെ ജോബുമായി ബന്ധപ്പെട്ട്, പിന്നെ കേരളത്തിലേക്ക് വരുന്ന ജോബുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ കാണുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതര സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി. രജിസ്റ്ററിൻ്റെ കൂടുതൽ ഡേയ്സിന് വേണ്ടി CC ചെയ്ത് താങ്ക് യു.